കുറച്ച് വില കൂടിയതിൻ്റെ പേരിലേ ഒരുപാട് പേര് ദോഷം കേട്ട നമ്മുടെ തക്കാളി വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു തക്കാളി ചോറിൻ്റെ റെസിപ്പിയാണ്. ഞാനൊരു തമിഴ് ചാനലിൽ നോക്കിയിട്ട് ചെയ്ത് നോക്കിയതാണ്. സംഭവം കിണ്ണങ്കാച്ച ഐറ്റം കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അത്ര പാടൊന്നുമില്ല. എന്നാൽ സൈഡായിട്ട് നമുക്ക് വേറെ ഒന്നും വേണ്ട, ഈ ഒരു തക്കാളി ചോറ് മാത്രം മതി. അളവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് താഴെ കൊടുക്കുക കേട്ടോ. നമ്മുടെ ഹോൾ സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് നല്ലെണ്ണയും നെയ്യും കൂടിയിട്ടാണ്. അതിലൊന്ന് മുപ്പിച്ചെടുത്തതിന് ശേഷം തക്കാളിയും സവോളയും, തക്കാളി കുറച്ചധികം, അതിൻ്റെ നേർപ്പകുതി സവോളയും, അതാണ് ഇതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത്. നല്ലപോലെ വഴറ്റി മുപ്പിച്ചെടുക്കണം. ആ തക്കാളിയുടെ പച്ചമണക്കാണ്ട് പോയിക്കോട്ടെ. പിന്നെ തക്കാളിയുടെ പോലെ നിർബന്ധം തന്നെയായിട്ട് ഈ മല്ലിയിലും പുതിനയിലും അതും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്ന പൊടി എന്ന് പറയുന്നത് ബിരിയാണി മസാലയാണ്. ഇനി ആ ബിരിയാണി മസാല എന്നില്ലാന്ന് വെച്ചിട്ട് വിഷമിക്കേണ്ട, ചിക്കൻ മസാല ചേർക്കാം, അതല്ലെങ്കിൽ ഗരം മസാല ചേർക്കാം. പക്ഷേ ബിരിയാണി മസാല ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന അരി നമ്മുടെ ചെറിയ മണി, നമ്മുടെ ജീരകശാലയുടെ അരിയാണ്. അതൊരു 15-20 മിനിറ്റ്, അതിന് കൂടുതൽ കുതിർക്കാൻ വെക്കരുത്. അത് കുതിർത്ത് ഊറ്റി വയ്ക്കണം. അത് നമ്മൾ ഇതിലിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ചേർക്കുന്നതിന് ഒരു കണക്കുണ്ട്. 1 കപ്പ് അരിക്ക് 2.5 കപ്പ് വെള്ളം കേട്ടോ. കുക്കറിലാണെങ്കിൽ 2 കപ്പ്. ഇത് 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നല്ല ഉടയാണ്ട്, വല്ലാതെ കുഴയാണ്ട് നമുക്ക് സംഭവം കിട്ടും കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാനിതിൻ്റെ കൂടെ തലേദിവസത്തെ ചിക്കനും അതുപോലെ തന്നെ ഈ സലാഡൊക്കെ ഉണ്ടായിരുന്നു. ചിക്കനും മട്ടൻ്റെ ഒന്നും ആവശ്യമില്ല, തൈര് സലാഡും പപ്പടവും ഈ ഒരു ചോറും കിണ്ണങ്കാച്ചി മുതലാട്ടാ.